ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോനും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടി നൽകിയതിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ആ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് സാധിക്കും. അതിനെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നൊരു വാക്യമാണ് മർക്കോസ് 11:23. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് പോലെ സംഭവിക്കും. ഒരു വ്യക്തി പറഞ്ഞാൽ പറയുന്ന പോലെ സംഭവിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹം പ്രാപിക്കാൻ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറയണം. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. അത് ഏത് വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധിയില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിൽ ജീവിക്കുന്നില്ല. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവവചനം ഏറ്റുപറഞ്ഞ്, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ്, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ്, വാഗ്ദത്തങ്ങൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പല പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടും. പ്രത്യേകിച്ച് ഭാവിയെപ്പറ്റി ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് യുവതി യുവാക്കളിൽ നാളെ എന്തായിത്തീരും, നാളെ എങ്ങനെയായിത്തീരും. ഇത് അവരിൽ മാത്രമല്ല, ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ. നാളെയെക്കുറിച്ച്, നാളെ എന്തായിരിക്കും, നാളെ എങ്ങനെയായിരിക്കും എന്നോർത്ത് ആകുലപ്പെടുന്ന, ഉത്കണ്ഠപ്പെടുന്ന, അസ്വസ്ഥപ്പെടുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാളെക്കുറിച്ച് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറയണം. ദൈവവചനം എന്തു പറയുന്നോ അത് നമ്മൾ ഏറ്റുപറയുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി മാറും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, നാളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ നാം ഏറ്റുപറയുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി മാറും. അതിന് നാം ചെയ്യേണ്ടത് ദൈവവചനം പരിശോധിക്കുക. ദൈവവചനത്തിൽ എന്താണോ നാളെക്കുറിച്ച് വാഗ്ദത്തമുള്ളത് അത് ഏറ്റുപറയുക. പ്രധാന വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം അതിന് 5-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ജീവിതം കർത്താവിൻ്റെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടെ നിന്ന് നോക്കിക്കൊള്ളും. ഇത് നമുക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒരു വചനമാണ്. നാളെ എന്തായിത്തീരുമെന്നോർത്ത് അസ്വസ്ഥപ്പെടുന്ന ഒരു വ്യക്തിയോട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവം പറയുകയാണ്, നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക. നീ ഇപ്പോൾ അസ്വസ്ഥപ്പെടുന്ന നിന്റെ പ്രശ്നം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. എൻ്റെ ഈ പ്രശ്നത്തിന് ദൈവം പരിഹാരം നൽകും, അവിടുന്ന് എന്നെ നോക്കിക്കൊള്ളും എന്ന് വിശ്വസിക്കുക. അങ്ങനെ ഏറ്റുപറയുക. അങ്ങനെ ഏറ്റുപറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നും ഉണ്ടാകില്ല. നാളെയെക്കുറിച്ച് അസ്വസ്ഥപ്പെടുന്ന ഒരു വ്യക്തി, എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും, എൻ്റെ ദൈവം എന്നെ നടത്തും, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വാഗ്ദത്തങ്ങൾ ഏറ്റുപറയുക, അവിടെ അനുഗ്രഹമായിരിക്കും. വീണ്ടും വചനം പറയുന്നുണ്ട്, സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം 22-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീ ചുമക്കുന്ന ഭാരം ഇനി നീ ചുമക്കണ്ട, അത് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നാളെയെക്കുറിച്ച് എന്താകും, എങ്ങനെയായിത്തീരുമെന്നുള്ള ഈ ഭാരം, ആകുലത, ഉത്കണ്ഠ, വേദന, അസ്വസ്ഥ, ഇതെല്ലാം കർത്താവിനെ അങ്ങ് ഭരമേൽപ്പിക്കുക. ഇത് കർത്താവ് ചുമന്നോളും, ഇനി നീ ചുമക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. നീ ചുമക്കുന്ന ഭാരം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്നെ താങ്ങും. നിന്റെ ഭാരം കർത്താവിൻ്റെ ഭാരമായി മാറുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ്യുക. വീണ്ടും സങ്കീർത്തന പുസ്തകം 37:4 പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നീ എല്ലാ കാര്യങ്ങളും ദൈവസേനത്തിലേക്ക് സമർപ്പിച്ചിട്ട് നീ സന്തോഷത്തോടെ ദൈവത്തിൽ ആനന്ദിക്കുക. എൻ്റെ കർത്താവ് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, എൻ്റെ ഭാരങ്ങൾ എൻ്റെ കർത്താവ് ഏറ്റെടുത്തു. ഇനി ഞാൻ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ സന്തോഷിക്കുക, ആനന്ദിക്കുക, സന്തോഷത്തോടെ, സമാധാനത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞ് അവൻ്റെ മഹത്വത്തിൽ പങ്കാളികളാകും. പലപ്പോഴും ഈ ബോധ്യം കിട്ടാതെ ഇന്ന് അനേകം പേര്
ഹൃദയത്തിൽ വേദനയും ദുഃഖവും ഭാരവും വഹിക്കുന്നവരാണ്. എന്നാൽ ഈ നിമിഷം തന്നെ ഈ ഭാരം കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തന പുസ്തകം 21 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ പറയുന്നു, സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു, അവൻ്റെ ശിരസിൽ തങ്കക്കിരീടമണിയിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി എന്താണെന്ന് കർത്താവ് വചനം വെളിപ്പെടുത്തിയ, സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. ശ്രദ്ധിക്കുക, ദൈവകരങ്ങളിലേക്ക് എൻ്റെ ഭാരങ്ങൾ, ഉത്കണ്ഠകൾ, വേദനകൾ എല്ലാം വിട്ടുകൊടുക്കുമ്പോൾ വചനം പറയുകയാണ്, സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. സമൃദ്ധമായ അനുഗ്രഹങ്ങൾ. എനിക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത, ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത, എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത അനവധിയായ അനുഗ്രഹങ്ങൾ, നിരവധിയായ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ചെയ്തു തരും. അവനെൻ്റെ തങ്കക്കിരീടം അണിയിക്കും. ഈ ഒരു ബോധ്യവും ഉറപ്പും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. നാളെയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്ന, ഉത്കണ്ഠപ്പെടുന്ന, അസ്വസ്ഥപ്പെടുന്ന എല്ലാവരും വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ വാക്കുകൾ ഏറ്റുപറഞ്ഞ്, എൻ്റെ കർത്താവ് സകലത്തിനും മതിയായവൻ, എൻ്റെ ദൈവൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്, എൻ്റെ ദൈവം എന്നെ നടത്തും, എൻ്റെ ആവശ്യങ്ങളെക്കാൾ അധികം മതിയായവനാണ് എൻ്റെ കർത്താവ്, എൻ്റെ യേശു സകലത്തിനും മതിയായവനാണ്. വിട്ടുകൊടുക്കുക, എറിഞ്ഞു കൊടുക്കുക കർത്താവിൻ്റെ കരങ്ങളിലേക്ക്. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ നൽകും എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തി. വീണ്ടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നാശത്തിൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവായ, അയോഗ്യമായ വാക്കുകൾ പറയാനും അസ്വസ്ഥപ്പെടാനും കാരണമായ ചില മേഖലയാണ് ജീവിതത്തിൽ വലിയ തകർച്ചകൾ, അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ തകർച്ചകളും പരീക്ഷകളും അടിക്കടി വർദ്ധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശയോടെ, വേദനയോടെ, ദുഃഖത്തോടെ ഒന്നും തീർന്നു കിട്ടിയാൽ മതി, മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. എന്നാൽ തിരിച്ചറിയുക, ഈ വൻ തകർച്ചകളെയും അഗ്നിപരീക്ഷകളും ജയിക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിൽ, വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് ഏറ്റുപറയുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 1-2 വാക്യങ്ങൾ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി നിന്നെ വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രം കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ കടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ഇതൊരു വലിയൊരു വാഗ്ദത്തമാണ്. ഈ വചനം ആവർത്തിച്ച് ഏറ്റുപറയുന്നൊരു വ്യക്തിക്ക് എത്ര വലിയ തകർച്ച ഉണ്ടായാലും ആ വ്യക്തി കർത്താവിൽ ആനന്ദിക്കും, സന്തോഷിക്കും. എത്ര വലിയ പരീക്ഷകൾ, അടിക്കടി അഗ്നിപരീക്ഷ എന്ന് പറയുന്ന പോലെ ശോധന ചെയ്യുന്ന ചില പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം വിജയം പ്രാപിക്കാൻ ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട്. കർത്താവായ ദൈവം പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ തകർന്ന് തരിപ്പണമായി ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കാം. നിൻ്റെ വ്യക്തിപരമായ ജീവിതം അടിക്കടി പരീക്ഷകൾ, ഒരു പ്രശ്നം തീർന്നതിനും അടുത്ത പ്രശ്നം, ഒരു രോഗം മാറിക്കഴിയുമ്പോൾ അടുത്ത രോഗം, ഒരു കടബാധ മാറിക്കുമ്പോൾ അടുത്ത കടബാധ, ഒരു ജപ്തി നോട്ടീസ് കഴിഞ്ഞു അടുത്ത തൊട്ട് പുറകെ ഒരെണ്ണം വന്നു കഴിഞ്ഞു. ഇങ്ങനെ അടിക്കടി പരീക്ഷണങ്ങളും തകർച്ചകളും വേട്ടയാടുമ്പോൾ ഇവിടെ സ്വർഗത്തിലെ ദൈവം നിന്നെക്കുറിച്ച് പറയുന്ന വാക്കെന്താ? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്ന കർത്താവാണിത് പറയുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ആശ്വാസവും സന്തോഷം ലഭിക്കുന്നത്. വീണ്ടും കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിന്റെ പേര് കർത്താവിനറിയാം. നിന്റെ പേര് ചൊല്ലി കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുക. ദൈവം പറയാം, നീ എൻ്റേതാണ്. നീ സമുദ്രത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നീ സമുദ്രത്തിൻ്റെ മധ്യത്തിലാണ്, മുങ്ങി താഴുന്ന അവസ്ഥയിലാണ്, തകർന്ന തരിപ്പണമായി. ഇനി ഒരു അവസാന പിടുത്തം പോലും പിടിവിട്ടു, ഇനി രക്ഷയില്ല, മുങ്ങി താഴാൻ പോവുകയാണ്. കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നീ എൻ്റേതാ, ഞാൻ നിന്നെ താങ്ങിയിട്ടുണ്ട്. നീ സമുദ്രത്തിൽ കൂടെ പോകുമ്പോൾ ഞാൻ നിന്നെ താങ്ങി. അതിനും പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ താഴാതെ, നീ മുങ്ങാതെ, നീ തകർന്നു പോകാതെ നിന്നെ കരം പിടിച്ച് നിൻ്റെ കൂടെ ഞാൻ ഉണ്ട് എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുക. വീണ്ടും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, നിന്റെ നേരെ
വരുന്ന വലിയ തിരമാലകളുണ്ടല്ലോ, നിന്നെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന, നിന്റെ നാശത്തെ ആഗ്രഹിക്കുന്ന, നിന്നെ മുക്കിക്കളയാൻ ശ്രമിക്കുന്ന, നീ തീർന്നു പോകുമെന്ന് വിചാരിക്കുന്ന ചില പ്രശ്നങ്ങൾ, നിന്നെ വേട്ടയാടുന്ന ചില പ്രശ്നങ്ങൾ, ദൈവം പറയാ, എത്ര വലിയ നദികൾ, എത്ര വലിയ തിരമാല നിന്റെ നേരെ ആഞ്ഞടിച്ചാലും അത് നിന്നെ മുക്കിക്കളയില്ല. കാരണം നിന്റെ കരത്തിൽ സ്വർഗത്തിൽ ദൈവം പിടിച്ചിട്ടുണ്ട്. വീണ്ടും വചനം പറയുകയാണ്, അഗ്നിയിലൂടെ നടന്നാലും അത് നിനക്ക് പൊള്ളലേൽക്കുകയില്ല. നിനക്ക് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളായിരിക്കാം ജീവിതത്തിൽ. ഒരുപക്ഷെ ആരോടും തുറന്ന് പറയാൻ പോലും പറ്റാത്ത, ഒറ്റയ്ക്കിരുന്ന് വിങ്ങി വിങ്ങി പൊട്ടിക്കരയുന്ന വേദനയുടെ തീച്ചൂളുടെ അനുഭവമായിരിക്കാം. കർത്താവ് പറയുക, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ തീച്ചോള വന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. കാരണം നീ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവം നിന്നെ താങ്ങിയിട്ടുണ്ട്. നിന്റെ അഗ്നിശോധനയിലൂടെ നീ കടന്നു പോകുമ്പോൾ അവിടെ നിനക്ക് പൊള്ളലേക്കാതിരിക്കാൻ നിന്നെ മറയ്ക്കുന്ന, നിന്നെ പൊതിയുന്ന ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ നിൻ്റെ കൂടെയുണ്ട്. ഈ പ്രത്യാശ ഏറ്റുപറയുമ്പോൾ, ഈ വചനം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ തകർച്ച ഉണ്ടായിക്കൊള്ളട്ടെ, എത്ര വലിയ ശോധന ഉണ്ടായിട്ട് അവിടെ നമുക്ക് സമാധാനവും സന്തോഷവും വിടുതലും കർത്താവ് നമുക്ക് നൽകും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 16-17 വാക്യങ്ങൾ കർത്താവ് വചനം പറയുന്നു, ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്നവനുമാണ് ഞാൻ. സ്വർഗത്തിൽ ദൈവം പറയുകയാണ്, നിനക്ക് എവിടെയാണോ നിൻ്റെ വാതിൽ അടഞ്ഞിരിക്കുന്നത്, എവിടെയാണോ നിൻ്റെ വഴി മുട്ടിയിരിക്കുന്നത്, അവിടെ പുതിയൊരു വാതിൽ തുറക്കുവാൻ, വഴി വെട്ടുവാൻ കഴിയുന്ന ദൈവം പറയുകയാണ്, ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്നവനുമാണ് ഞാനെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുക. ദൈവം വഴി മുട്ടിയെടുത്ത് വഴി വെട്ടുന്നവനാണ്, അടഞ്ഞ വാതിൽ തുറക്കുന്നവനാണ്, പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്നവനാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം വഴിമുട്ടി നിന്നപ്പോൾ പിന്നിൽ വലിയ സൈന്യം, മുന്നിൽ ചെങ്കടൽ, മുന്നിലേക്കും പിറകിലേക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ, വഴിമുട്ടി നിന്ന അവസ്ഥയിൽ സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായി അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ചെങ്കടൽ രണ്ടായി പിരിഞ്ഞ് ഒരു ചെങ്കൽ പാത, ഒരു പുതിയൊരു പാത ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയെങ്കിൽ, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ ജീവിതം കൊണ്ട് തീർന്നു, ഇതിലും നല്ലത് ആത്മഹത്യയാണ്, ഇനി ആത്മഹത്യയാണ് ഏക വഴി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി വെട്ടി ഒരുക്കി, നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി ഒരുക്കുന്ന ദൈവം പറയുകയാണ്, ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്നവനുമാണ്. അതുകൊണ്ട് തീർന്നില്ല നിൻ്റെ ജീവിതം. നിനക്ക് വേണ്ടി വലിയൊരു വിശാലമായ വഴി ഒരുക്കി ദൈവം കാത്തിരിക്കുക. ആ ദർശനത്തിലൂടെ നിൻ്റെ കണ്ണ് തുറന്ന്, വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്നത് കണ്ട് ആ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കർത്താവ് നിന്നെ വിളിക്കുക. സങ്കീർത്തന പുസ്തകം 145:14 കർത്താവ് വചനം പറയുന്നു, കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. എവിടെയെങ്കിലും വീണ് കിടക്കുന്ന ഒരു അനുഭവത്തിലാണോ? നിന്നെ താങ്ങുന്ന 2 കരങ്ങളുണ്ട്. നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് നിൻ്റെ ദൈവം. ഇത് ഏറ്റുപറയണം. ഈ വിശ്വാസ വാക്കുകൾ, വചനങ്ങൾ ഏറ്റുപറയണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു പുതിയ വഴി ഒരുക്കും, എനിക്ക് വേണ്ടി പുതിയൊരു വഴി ഒരുക്കും. എൻ്റെ വഴി ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല, എൻ്റെ വാതിൽ അടഞ്ഞിട്ടില്ല. ഒരു വാതിലടയുമ്പോൾ 9 വാതിൽ തുറക്കുന്നവൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് 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 ദൈവത്തിൻ്റെ അനുഗ്രഹം പിടിച്ചു വാങ്ങും. വീണ്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിരാശയും വേദനയും ജനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന സന്ദർഭമാണ് അകാരണമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ. ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ ഭവനവും പുരയുടെ എല്ലാം വിറ്റ് സ്ഥലം മാറി, വീട് മാറി താമസിക്കുക, ജോലി ഉപേക്ഷിച്ച് പോവുക, ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് മാറി പഠിക്കാനായിട്ട് മാറുക. ഇങ്ങനെ ജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ശത്രുവിനെ പേടിച്ച് മാറുന്നവരാണ് പലരും. എന്നാൽ ശത്രുവിൻ്റെ മുന്നിൽ ജയം നൽകുന്നൊരു ദൈവമുണ്ട്, ശത്രുവിന് ചുറ്റും മേശ ഒരുക്കുന്നൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. കർത്താവിൻ്റെ വാഗ്ദത്തിൽ വിശ്വസിക്കണം. പ്രത്യേകിച്ച് 91 സങ്കീർത്തനം ആവർത്തിച്ച് ഏറ്റുപറയണം.
എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ സംരക്ഷണം എന്നോട് കൂടെയുണ്ട്. 91 സങ്കീർത്തനം അതിന് 3-ാം വാക്യം മുതൽ ആവർത്തിച്ച് ഏറ്റുപറയണം. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ശത്രുവിനെ നിന്റെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ തക്കവണ്ണം തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസനക്ക് പരിചയം പലകയുമാവുന്നു. നീ ശത്രുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് വചനം പറയുകയാണ്, രാത്രിയിലെ ഭയത്തെന്നും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. കാരണം നിന്റെ വലതുവശത്ത് 1000 പേരും നിന്റെ ഒരു വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കുകയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കിയ ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. നിന്റെ ശത്രു നിന്റെ മുന്നിൽ കീഴടങ്ങുന്നത്, നിഷ്ഫലമാകുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണും. ഇന്ന് പലപ്പോഴും ഈ കണ്ണ് ശത്രുവിനെ ജയിക്കുന്ന, ശത്രു നശിക്കുന്ന, ശത്രുവിനെ തകർക്കുന്ന ആ കാഴ്ച കാണാനുള്ള കണ്ണ് വേണം. ഇന്ന് പലപ്പോഴും നമ്മുടെ തകർച്ചയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് എൻ്റെ തകർച്ച മാത്രമാണെങ്കിൽ അവിടെ ശത്രു ജയിക്കുക. ഞാൻ എന്നിലേക്ക് നോക്കാതെ എൻ്റെ ശത്രു വീഴ്ച ഭവിക്കുന്നത്, ശത്രു പരാജയപ്പെടുന്നത്, ശത്രുവിന് മേൽ വിജയം നൽകുന്നത്, ശത്രുവിൻ്റെ മുന്നിൽ ദൈവം എനിക്ക് മേശ ഒരുക്കുന്നത്, ശത്രുവിൻ്റെ ആയുധങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഫലിക്കാതെ എന്നെ കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അകാരണമായി പീഡിപ്പിക്കപ്പെടുന്ന, ശത്രുവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന, അതിൻ്റെ വേദനയും ദുഃഖവും ഭാരവുമായി ജീവിതം നരകതുല്യമായി ജീവിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കുക. എൻ്റെ ശത്രുവിൻ്റെ മുന്നിലേക്ക് ജയം നൽകുന്ന ദൈവത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുക. എനിക്ക് ചുറ്റും കോട്ട കെട്ടി എനിക്ക് സംരക്ഷണം നൽകുന്ന ദൈവത്തിൻ്റെ ആ സംരക്ഷണം വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുക. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, വിശ്വസിക്കുക. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ കർത്താവ് വചനം പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടിയാണ് നീ നടക്കുന്നെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി ഞാൻ നടക്കുന്നെങ്കിലും ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ സംരക്ഷണം എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വീണ്ടും കർത്താവ് വചനം സങ്കീർത്തന പുസ്തകം 34:7 പറയുന്നു, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തന് ചുറ്റും പാളയമടിച്ചവനെ സംരക്ഷിക്കുന്നു. നമുക്ക് ചുറ്റും ഒരു പാളയം, ഒരു കോട്ട ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായൊരു ബോധ്യം ലഭിക്കണം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന് 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തെ ദൈവം പറയും, ഞാൻ നിങ്ങൾക്ക് ചുറ്റും ഒരു തീമതിലായി നിൽക്കും, എൻ്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടും. ദൈവം നമുക്ക് ചുറ്റും ഒരു കോട്ട കെട്ടി നമ്മെ സംരക്ഷിക്കുന്നതായി നാം വിശ്വാസത്തിൽ കാണണം. അത് ഏറ്റുപറയണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ ചിറകയില്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കോട്ടയ്ക്കുള്ളിലാണ്, കർത്താവിൻ്റെ സംരക്ഷണം എൻ്റെ കൂടെയുണ്ട്, കർത്താവിൻ്റെ കൂടെയുണ്ട്. വിശ്വാസത്തിൻ്റെ സംരക്ഷണം നാം പ്രാപിക്കണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള, ദൈവത്തിൻ്റെ സംരക്ഷണൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യവും വിശ്വാസം ഏറ്റുപറയണം. വീണ്ടും പലപ്പോഴും ഏറ്റവും കൂടുതൽ നിരാശയും വേദനയും ദുഃഖം അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ്, നിരാശയുടെ വാക്കുകൾ ഏറ്റുപറയുന്ന സന്ദർഭമാണ് മാറാ രോഗങ്ങളും തീരാ വ്യാധികളും ജീവിതത്തിൽ വേട്ടയാടുമ്പോൾ. മാറാ രോഗം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ചില രോഗങ്ങൾ. ഇതെന്നെ കൊണ്ട് പോവുള്ളൂ, ഇതുകൊണ്ട് ഞാൻ തീരും, എൻ്റെ വിധി ഇതാണ് എന്നോർത്ത് വേദനയോടെ അസ്വസ്ഥയോടെ നിലവിളിക്കുന്ന മാറാ രോഗത്തിന്, തീരാ വ്യാധികൾക്ക് അടിമയായി ജീവിക്കുന്ന അനേകം വ്യക്തികൾ ഒന്ന് തീർന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന, വിചാരിക്കുന്ന അനേകം വ്യക്തികൾ ഈ സ്വരം കേൾക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ വിശ്വാസത്താൽ വിജയം പ്രാപിക്കണം, സൗഖ്യം പ്രാപിക്കണം. കർത്താവ് വചനം പറയുന്നു, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-13 വാക്യങ്ങൾ കർത്താവ് വചനം പറയുന്നു, കർത്താവെ മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. ഈ ഒരു വചനം വിശ്വാസത്താൽ ഏറ്റുപറയുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. വീണ്ടും യാക്കോബിൻ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ, ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി തൈലം പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ.
വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് ക്ഷമിക്കും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുക. അപ്പോൾ പ്രാർത്ഥനയിലൂടെ, ദൈവവചന കേൾവിയിലൂടെ, ദൈവവചനം ഏറ്റുപറയുന്നതിലൂടെ സൗഖ്യമുണ്ട്. കർത്താവിൻ്റെ അഭിഷേകം തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിലൂടെ, സൗഖ്യത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നതിലൂടെ സൗഖ്യമുണ്ട് എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം, ഇത് മാറാ രോഗമാണ്, തീരാവ്യാധിയാണെന്ന് ചിന്തിച്ച് മരുന്നിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയുക, കർത്താവിൻ്റെ വചനത്തിന് സൗഖ്യം നൽകാൻ സാധിക്കും. കർത്താവിൻ്റെ അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകാനുള്ള കഴിവ് ദൈവം, അധികാരം, കൃപ ദൈവം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മരുന്നോ ലേപനമോ ഔഷധമല്ല, ദൈവത്തിൻ്റെ വചനത്തിന് എന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കണം, അത് ഏറ്റുപറയണം. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കിയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. വചനം ഏറ്റുപറഞ്ഞ് വചനത്താൽ കർത്താവായ യേശുക്രിസ്തു അനേകം രോഗികളെ സൗഖ്യപ്പെടുത്തി, അനേകം ഭൂതങ്ങളെ പുറത്താക്കി. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷകാലത്ത് ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഇന്നും അനേകം വ്യക്തികൾക്ക് രോഗസൗഖ്യം നൽകുന്നത്, അനേകം വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം വിശ്വാസത്താൽ അവകാശമായി അധികാരത്തോടെ ഏറ്റുപറയുമ്പോൾ സൗഖ്യവും വിടുതൽ ലഭിക്കും. രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കും, ഭൂതങ്ങൾ വിട്ടുമാറിപ്പോകും. 2000 വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഇന്നും വചനമയച്ച് സൗഖ്യവും വിടുതലും നൽകുന്നു. വീണ്ടും സങ്കീർത്തന പുസ്തകം 107-ാം സങ്കീർത്തനം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വചനം പറയുന്നു, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായി തീർന്നു. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യുകമാടങ്ങളെ സമീപിച്ചു. ഇപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. അപ്പോൾ ജീവിതത്തിൽ ഇനി ഒരിക്കലും രക്ഷയില്ല. ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ മരുന്ന് കഴിക്കണം, ഞാനൊരു നിത്യരോഗിയായി, മാറാ രോഗിയായി ഇനി ഞാൻ ജീവിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് ആരെങ്കിലും വേദനിക്കുന്നു, അസ്വസ്ഥപ്പെടുന്നുവെങ്കിൽ കർത്താവിന് വചനം പറയുകയാണ്, ഇതാ പാപം മൂലം രോഗികളായവർ, അവർ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ദൈവത്തിന് അനുതപിച്ചു, അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവം വചനമയച്ച് അവർക്ക് സൗഖ്യം നൽകി. അങ്ങനെയാണെങ്കിൽ തിരിച്ചറിയുക, പാപം മൂലമുള്ള രോഗം മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ടോ മരുന്ന് കഴിച്ചുകൊണ്ടോ രോഗം മാറണമെന്നില്ല. പാപം മൂലമുള്ള രോഗം മാറാൻ വേണ്ടി പാപത്തെ ഓർത്ത് അനുതപിച്ച് നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് പാപമോചനം പ്രാപിക്കുക, പാപസൗഖ്യം പ്രാപിക്കുക. പാപസൗഖ്യം പ്രാപിക്കുന്നതിലൂടെ രോഗസൗഖ്യം ലഭിക്കും. അതിന് ദൈവത്തിൻ്റെ വചനം കേൾക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, വചനമയച്ച് അവർക്ക് സൗഖ്യം നൽകി. നമ്മുടെ ജീവിതത്തിൽ മാറാ രോഗങ്ങളും തീരാവ്യാധികളും നമ്മൾ വേട്ടയാടുമ്പോൾ നിരാശയോടെ, വേദനയോടെ ദൈവത്തെ പഴിക്കുകയോ ശപിക്കുകയോ അല്ല വേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിന് ഇന്നും സൗഖ്യം നൽകാൻ, വിടുതൽ നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കണം. അത് ഏറ്റുപറയണം. മരുന്നോ ലേപനമോ ഔഷധമല്ല, ദൈവത്തിൻ്റെ വചനം എനിക്ക് സൗഖ്യം നൽകും. എൻ്റെ കർത്താവിൻ്റെ വചനം എനിക്ക് സൗഖ്യം നൽകും. അവൻ്റെ നാമത്തിൽ എനിക്ക് സൗഖ്യമുണ്ട്, അവൻ്റെ വചനത്താൽ എനിക്ക് സൗഖ്യമുണ്ട്, അവൻ്റെ രക്തത്താൽ, അവൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ എനിക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ടെന്ന് വിശ്വസിക്കണം, ഏറ്റുപറയണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ നിരാശയോടെ, വേദനയോടെ ദൈവത്തെ കുറ്റപ്പെടുത്തി സ്വയം ശപിക്കുകയല്ല ചെയ്യേണ്ടത്. പ്രത്യാശയുടെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കണം. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശയുടെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് വേദനയും ദുഃഖവും അനുഭവിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അവിടെ നമ്മൾ പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നവുമില്ല ദൈവത്തിന് എന്ന് തിരിച്ചറിയണം. അത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ ഏറ്റുപറയാൻ സഹായമായിരിക്കും. പ്രധാന വചനം പറഞ്ഞ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. വീണ്ടും വചനം പറയുന്നു, സങ്കീർത്തന പുസ്തകം 46-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. വീണ്ടും സങ്കീർത്തന പുസ്തകം 31-3 പറയുന്നു, അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല.
വീണ്ടും സങ്കീർത്തന പുസ്തകം 91:15 പറയുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയമില്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. യെരമ്യാപ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം, സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുക, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള ആ വലിയ ബോധ്യത്തോടെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ ഏറ്റുപറഞ്ഞ് സൗഖ്യവും സന്തോഷവും സമാധാനവും വിടുതലും പ്രാപിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണുകടയ്ക്കാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് നിരാശയുടെ, ദുഃഖത്തിൻ്റെ, വേദനയുടെ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും നിരാശയും ദുഃഖവും വേദന അനുഭവിക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ കർത്താവ്, ഇന്ന് ഞങ്ങൾ കേട്ട വചനപ്രകാരം ഞങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളൊന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കടലിൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന പോലെ സംഭവിക്കുമെന്ന് അരുളിച്ചത് പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ്, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ്, അഭിവൃദ്ധിയുടെ വാക്കുകൾ ഏറ്റുപറഞ്ഞ്, സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരം നൽകണം. പ്രത്യാശ കൊണ്ട്, വിശ്വാസം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ഏറ്റുപറയാൻ നിൽക്കണം. ഞങ്ങളുടെ ഹൃദയത്തെ വിശ്വാസത്താൽ നിറയ്ക്കണം എന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ, സകല രക്തസാക്ഷികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. Somebody